കിടക്കം പൈസ, പുതിയ പൈസ, നല്ല മണം. സരസമ്മ പാലമറൂർ 4000 രൂപ കടം വാങ്ങിച്ചതാണ്. അത് പിന്നെ എൻ്റെ അപ്പച്ചിയെ പോട്ടെ. ഭാസ്കരൻ അതും കടം വാങ്ങിച്ച 4000 രൂപ. ധനപാലൻ 150 രൂപ, എന്തോ പേരാണ്, 150 രൂപക്ക് എൻ്റെ അത് കടം വാങ്ങിച്ചേക്കുക. കോമളൻ 10000 രൂപ, 1 വർഷമായി എൻ്റെ അത് കടം വാങ്ങിച്ചിട്ട്. ഇവിടെ അമ്മാവൻ്റെ മോനാ, അവൻ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഈ കടം വാങ്ങിക്കാൻ എല്ലാവർക്കും വലിയ എളുപ്പമാണ്, ഇത് തിരിച്ചു തരാൻ നാണമില്ലയോ? അല്ലെങ്കിൽ കൊടുക്കുന്നവനും ഒരു നാണം വേണ്ടായോ? കാണിക്കുന്നതൊന്നും ശരിയല്ല, മോശമാണ് ഇങ്ങനൊക്കെ കാണിക്കുന്നത്. ഇതൊന്നും പാടില്ല. പുറയുന്നൊരു തൊഴി കൊടുക്കണം ഇതിനെല്ലാത്തിനും കൂടെ. എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? അല്ല എന്തുവാ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലയോ? അല്ല എനിക്കൊന്നും ചെയ്യാൻ പാടില്ലയോ? അല്ല നിങ്ങൾ എന്തോ ഈ പറയുന്നത്? എന്തോ ആരെ കുറിച്ചായി പറയുന്നത്? കടം മാറ്റിട്ട് പൈസ തിരിച്ചു തരുന്നില്ല, അതിന്റെ കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞത്. പലിശക്ക് പൈസ കൊടുക്കുമ്പോ ആലോചിക്കണം. ഈ കണ്ട നാട്ടുകാരുടെ മൊത്തവും പ്രാക്കുണ്ട് നിങ്ങൾക്ക്. ഇവിടെ പറഞ്ഞേട്ടാ, പലിശക്ക് പൈസ കൊടുത്താൽ പ്രാക്ക് കിട്ടുന്നു. അപ്പുറത്തെ സരസമ്മച്ചയ്ക്ക് 50 രൂപ കൊടുത്തിട്ട് തലേ കൈവച്ച് പ്രാക്ക് കിട്ടും. 75 രൂപ വാങ്ങിച്ചോളാം ഇവള്. എന്റെ ഇത് കാരണമാ പലിശക്ക് പൈസ കൊടുക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, പലിശക്ക് പൈസ കൊടുക്കുകയും ചെയ്യും. നിന്റെ അമ്മാവന്റെ മോൻ കോമളുണ്ടല്ലോ, 10000 രൂപ വാങ്ങിച്ചിട്ട് 1 വർഷമായി. അവന്റെ ഇത് തിരിച്ചു വാങ്ങിച്ചു തരണം. കോമളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും. ഞാൻ എത്രയോ പ്രാവശ്യം കൊടുത്തേക്കുന്നത്, എനിക്ക് തിരിച്ചു തന്നല്ലോ. എന്തുവാ പൈസ? എത്ര രൂപ? 500 രൂപ. 500 രൂപ? 500 രൂപ അല്ല, 10000 രൂപ അവൻ വാങ്ങിച്ചത്. ഇനി അവൻ പൈസ ചോദിച്ചു ഇവിടെ വരുന്നത് ആ കോമള ഞാൻ ചവിട്ടി പൊട്ടിക്കും. നിങ്ങളുടെ ബന്ധുക്കാർ വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പമില്ലയോ? കഴിഞ്ഞ ആഴ്ച വന്നല്ലോ നിങ്ങളുടെ ചിറ്റപ്പൻ ഇവിടുന്ന് കരഞ്ഞ് കാല് പിടിച്ച് 5000 രൂപ വാങ്ങിച്ചോണ്ട് പോയില്ലേ? 5000 രൂപ ചിറ്റപ്പൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 5000 രൂപ ചിറ്റപ്പൻ തിരിച്ചു തരും. ഒലക്ക തരും. അയ്യാ, ഞങ്ങളുടെ ചിറ്റപ്പൻ ഒലക്കെങ്കിലും തരുമല്ലോ. നിങ്ങളുടെ വീട്ടുകാർ എന്തെങ്കിലും തരുവടി. നിങ്ങളുടെ അപ്പൂപ്പൻ എല്ലാവരും കൂടി കടം ഉണ്ടാക്കി വെച്ചത്. എന്റെ അപ്പൂപ്പൻ എന്നെ പൊന്നേ പാലേ തേനേന്നും പറഞ്ഞ എന്നെ വളർത്തിക്കൊണ്ട് വന്ന് എന്റെ അപ്പൂപ്പൻ സുഖമില്ലാതെ കിടക്കുവാ. എന്റെ അപ്പൂപ്പൻ ആയുസ് കൊടുക്കണേ ദൈവമേ. സുഖമില്ലാതെ കിടക്കുക, എനിക്ക് കടം ഉണ്ടാക്കി വെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ വേണ്ടി 1.5 മണിക്കൂർ കൊണ്ട് 12000 രൂപ ഞാൻ ആംബുലൻസുകാർക്ക് കൊടുത്തത് നിങ്ങളുടെ അപ്പൂപ്പനെ. കള്ളത്തരം പറയരുത്. ആംബുലൻസിന് ഇവിടെ 12000 രൂപ, 10000 രൂപ നിങ്ങൾ കൊടുത്തോളൂ. അതെനിക്കറിയാം. അതിനായിരുന്നു ആംബുലൻസ് കയറി കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പൻ പറയാ ഇടിക്കുന്ന സ്പീക്കർ വേണമെന്ന് പറഞ്ഞു ആംബുലൻസിനകത്ത്. എന്നിട്ട് അപ്പാൻ സ്പീക്കർ വാടകയ്ക്ക് എടുത്ത് കയറ്റി വെച്ചു. ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് വരെ നിന്റെ അപ്പൂപ്പൻ ഡാൻസ് കളിക്കുമായിരുന്നു ആംബുലൻസിനകത്ത് കിടന്നിട്ട്. വേദന കൊണ്ട് അങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് പൊളഞ്ഞു കാണും, അത്രേ ഉള്ളൂ. ഈ വേദന കൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയാണ് വേദന കൊണ്ട് പറയുന്നത്. അവിടെ സച്ചറെ കൊണ്ടുപോയപ്പോൾ 3000 രൂപ അങ്ങാർക്ക് കൊടുത്തു. സച്ചറെ കൊണ്ടുപോയത് ഇവിടുന്ന് അവിടെ വരെ വലിച്ചോണ്ട് പോകുന്നതിന് 3000 രൂപ നിങ്ങൾ ആർക്ക് കൊടുത്തെന്നായി പറയുന്നത്? അങ്ങനെ കൊടുത്താൽ മതി. അവിടെ വരെ പോയാൽ മതി. അവിടെ വരെ ഉന്തിക്കൊണ്ട് പോയപ്പോൾ നിന്റെ അപ്പൂപ്പൻ പറയാം ഒന്ന് ചുറ്റോട്ടം മൊത്തം അടിച്ചിട്ട് പോകാൻ നല്ല രസമെന്ന് പറഞ്ഞു 1 day ടൂർ ഉണ്ടാക്കി വെച്ചത് നിന്റെ അപ്പൂപ്പൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ. എന്റെ അപ്പൂപ്പൻ എന്നെ പൊന്നേ പാലേ തേനേന്നും പറഞ്ഞ് എന്നെ വളർത്തിക്കൊണ്ട് വന്നതാ. അപ്പൂപ്പൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് തോട്ടുമുക്കിലുള്ളത് നിനക്കാ മീനൂട്ടിന്ന്. അറിയാമോ? തോട്ടുമുക്കത്തുള്ളത് മീനൂട്ടാനുള്ളത് നിനക്കുള്ളത് നല്ലത്. മീനിന്റെ കാര്യമല്ല പറഞ്ഞത്, അവിടെ കിടക്കുന്ന 2.5 ഏക്കർ വസ്തു എനിക്ക് തരുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിനക്കിപ്പോ കിട്ടും. നിനക്ക് വീട്ടിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടെ അപ്പൂപ്പന്റെ വിരൽ വെച്ച് ഞാൻ പതിപ്പിച്ച് കൊണ്ടുപോടി. ഒന്നും നടക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം 10 വിരലേലും വെള്ള പാസ്റ്റ് ചുറ്റിയിട്ടാ വന്നേക്കുന്നത്. വീട്ടുകാരൻ ചോദിച്ചില്ല. അപ്പച്ചി വന്നപ്പോ ചോദിക്കുവാ കൈക്ക് എന്തോ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞൊരു തകില് കൊട്ടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ഭയങ്കര പിടിക്കുക. ഞങ്ങളുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ചില്ലറക്കാരനൊന്നും അല്ല. 18 കളരി കാശാനാ ഞങ്ങളുടെ അപ്പൂപ്പൻ. ഞങ്ങളുടെ അപ്പൂപ്പന്റെ പയറ്റ് കണ്ടിട്ടുണ്ട്. കപ്പയൊക്കെ പുഴുങ്ങി അങ്ങോട്ട് വെക്കണം. എന്തോ പയറ്റായതിന്റെ അപ്പൂപ്പൻ പയറ്റുന്നത്. അപ്പൂപ്പന്റെ ചുരിക കണ്ടിട്ടുണ്ട്. ചുരികാന്നല്ല പറഞ്ഞത്, തിരികാന്നാ പറയട്ടെ. അപ്പൂപ്പൻ ചുരിക. പലതരം കാര്യങ്ങൾ അറിയാം ഞങ്ങളുടെ അപ്പൂപ്പന്. അപ്പൂപ്പൻ ഇങ്ങനെ കളരിക്ക് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് പെരുവരലെ കുത്തിയ ഒരു നിപ്പുണ്ട്. വിശക്കുമ്പോ വിശപ്പ് കയറുമ്പോഴാ ഉള്ളു ആന്തല് ആകുമ്പോഴാ നിന്റെ അപ്പൂപ്പൻ പെരുവരലല്ല നഖത്തേലാ ഇങ്ങനെ നിൽക്കുന്നത്. പറഞ്ഞ് എന്നെ വളർത്തിക്കൊണ്ട് വന്ന എന്റെ അപ്പൂപ്പന. അപ്പൂപ്പൻ കുഞ്ഞുനാളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നീ വലുതാകുമ്പോ നിനക്കൊരു രാജകുമാരൻ നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോകും. അതാ അപ്പൂപ്പൻ പറഞ്ഞു പറ്റിച്ചത്. രാജകുമാരൻ പറഞ്ഞു പറ്റിച്ച്. എന്റെ അച്ഛനുണ്ടല്ലോ കിരീടമില്ലാത്ത രാജാവായിരുന്നു, അറിയാടി. ഒരു രാജാവായിട്ടൊരു കിരീടം വാങ്ങിച്ചു വയ്ക്കാനുള്ള കാശില്ലായിരുന്നല്ലോ. കിരീടമില്ലാത്ത കാര്യം നിന്റെ തലയ്ക്കകത്തൊന്നുമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് കോമളൻ പൈസ വാങ്ങിച്ചു തരണം. എന്റെ ഇങ്ങോട്ട് നോക്കിയേ, ഈ കോമളൻ എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ എന്റെ അമ്മാവന്റെ മോനെ കുറെ കാര്യങ്ങൾ കളരി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു നിപ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കോമളന്. അവൻ അങ്ങനല്ല, എന്റെ പൊന്നു വന്ന് ഇങ്ങനെ നിൽക്കുക. ആ പൈസ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു അപ്പൂപ്പന്. പൊന്നേ പാലേ തേനേന്നും പറഞ്ഞ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് എന്റെ അപ്പൂപ്പൻ. എന്റെ അപ്പൂപ്പൻ ആയുസ് കൊടുക്കണം. എന്റെ ദൈവമേ, എന്റെ കോമളൻ ഉണ്ടല്ലോ രാവിലെ 3 തവണ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തില്ല, അപ്പം പൈസ വയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങളെ ഈ നാട്ടുകാർ മൊത്തം വിളിക്കുന്ന എന്തോന്നറിയാവോ? ട്രിമ്മർ ദാസൻ. ബ്ലേഡ് ഒന്നില്ലയോ? ബ്ലേഡ് എന്ന് വെച്ചാൽ മേളിൽ നിന്ന് ചെത്തി എടുക്കത്തല്ലേ ഉള്ളൂ. ഇത് അടിയുന്നേ ഇങ്ങനെ കോരിക്കൊണ്ട് പോവില്ലേ? ഞാൻ ഒന്നുമില്ലാത്തടത്തൊന്നും അറിയാം. ഒന്നുമില്ലാത്തടത്തൊന്നും വന്നവനാണ് ഞാൻ. മര്യാദയ്ക്ക് അവരുടെ പൈസ മാറ്റണം. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. പോയി കടക്കാപ്പി സൗകര്യമില്ല എനിക്ക്. ചവ്വരി വേണ്ട, കാപ്പുപൊടി ഇട്ട് കടക്കാപ്പി എടുത്താൽ മതി. കാപ്പിപ്പൊടി വേണമെങ്കിൽ വെളിയിലിരിക്കുന്ന വെള്ളം എടുത്ത് പൊക്കി അകത്ത് വെച്ച് തരണം. വസ്തു കിട്ടുമെന്ന് പറയുമ്പോൾ 60 അപ്പൂപ്പനെ പൊക്കി തന്നു വെച്ചതിലേക്ക് ഒരുപാട് വെള്ളം എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഞാൻ തേണ്ട അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോകാനായിട്ട് നിൽക്കും. അടുക്കള കയറാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാപ്പി എടുത്താൽ പോയി. ഇല്ല, പോയി എടുക്കണേ കാപ്പി. പോയി എടുക്കണ കാപ്പി. നീ പോയി എടുക്കണ കാപ്പി. നീ പോടാ.
സുരേണ, ഞാൻ കോവലിനാണേ. ഞാൻ മീനുട്ടിയുടെ വീട്ടിൽ എത്തി. പക്ഷേ ഈ അപ്പാപ്പൻ മരിച്ചെന്ന് എങ്ങനെ ഇവരുടെ അടുത്ത് പറയും? അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. ഭയങ്കര കരച്ചിൽ നിന്ന് ബോധം കെട്ടാത്ത വീണാണ്. അല്ല, മരിച്ചെന്ന് ഞാൻ പറയില്ല. മരിച്ചെന്ന് വേറെ വല്ല വാക്കുണ്ടല്ലോ മലയാളത്തില്, അത് വെച്ച് പറയല്ലേ? ഓ പറയാം, ഓ അങ്ങനെ വെച്ച് പറയാം. ഓ ശരിയാണ്. ഓക്കെ. മീനുട്ടിയേ, മീനുട്ടിയേ. പൈസ കടം ചോദിക്കാൻ അവൻ വന്ന് കോമളൻ. പൈസ ചിലപ്പോ തിരിച്ചു തരാനായിരിക്കും. അങ്ങോട്ട് ചെല്ലു. ഇവിടെ വീട്ടിനകത്ത് കയറി ഇരിക്കാതെ അങ്ങോട്ട് ചെല്ലു. കോമളനാണ്. ഓ എന്തു പറ്റി? പനി ഭയങ്കര പനിയാ? നിനക്കും പനിയാന്ന്? അല്ല അല്ലെ ടോൺ പിടിച്ചതാ. അല്ല അല്ലെ ഞാനേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കോമളാണന്റെ കല്യാണമൊന്നും ആയില്ലായിരുന്നു? അയ്യോ, കല്യാണം നോക്കുന്നുണ്ട്. ഞാൻ കല്ലമ്പലത്തൊരു പെണ്ണെ പോയി നോക്കി, പക്ഷെ അത് നടന്നില്ല. പിന്നെ ആറ്റിങ്ങി എന്നൊരു പെണ്ണെ പോയി നോക്കി, അതും ശരിയാവുന്നില്ല. ജാതകദോഷമായിരിക്കും. ജാതകദോഷം? കയ്യുടെ കസരയെ കാണിച്ച്. അളിയനതൊക്കെ അറിയാവോ? പിന്നെ ഇതൊക്കെ പറയുന്നത് ഇതെന്തുവാണ്? അത് ഇടിമിന്നി കിടക്കുവാന്ന് ഇത്. അയ്യോ, കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആയുർവേദ ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അഞ്ചലിലുള്ള സുമയെ കിട്ടാം. എന്തോ ആയുർവേദ രേഖ ശരിയില്ലെന്ന് അളിയനല്ലേ പറഞ്ഞു? ആയുർവേദ രേഖ ആയുർവേദ മൊത്തം തേഞ്ഞു വഞ്ഞ് പോയിരിക്കും. അത് വലിയ കല്യാണം കഴിക്കണം. ഇത് ചെറിയ പറഞ്ഞ് കിടക്കുക. കല്യാണ യോഗം ഇല്ല. നീ മുട്ടക്കോലാവും. അയ്യോ, അല്ല അളിയ ഞാനേ പ്രധാനപ്പെട്ട കാര്യം. കോമളേടന് കാപ്പി എടുക്കട്ടെ? ജ്യൂസ് കൊടുക്കും. ഒറ്റ വരിക്ക് കുടിച്ചിട്ട് വല്ലങ്ങ് പോകും. കാപ്പി ഒന്ന് ഊതി ഇരിക്കും. പിന്നെ പറഞ്ഞു വിടും. പിന്നെ ഇവർ റബ്ബർ പൊട്ടൊന്നും ഇല്ലടാ, വെറുതെ കൊതുകിനെ കൃഷി ചെയ്തോട്ടാക്കുക. കൊതുകിനെ കൃഷി ചെയ്തു? റബ്ബർ ചേട്ടയ്ക്കകത്ത് കൊതുക് വളരുന്ന അല്ലാതെ ഇവിടെ വെട്ടൊന്നുമില്ല, പൈസ ഒന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാ. നിങ്ങളുടെ റബ്ബർ ഉണ്ടോ? പിന്നെ അവിടെ റബ്ബർ ഉണ്ട്. അവിടെ വെട്ടേ ചെയ്യുന്നുണ്ട് റബ്ബർ. നിങ്ങൾക്ക് റബ്ബർ ഇല്ലല്ലോ. അല്ല, റബ്ബർ തൈ വെക്കണം ഇനി. അതിന് വസ്തു ഉണ്ടോ? വസ്തുവില്ല. വസ്തു നോക്കിട്ടേക്കുവാ. എവിടെ നോക്കിട്ടേക്കുവാ? കല്ലമ്പലത്ത്. ആരുടെ വസ്തുവാ? രവി മുതലാളി ഇല്ലേ? വസ്തു. അത് വാങ്ങിക്കാൻ പൈസ ഒക്കെ വേണ്ടേ? ആ പൈസ വേണോളി, അത് കൊടുത്തു. പൈസ വേണം. അല്ല ഞാനേ അളിയാ, നമ്മളെ കുടുംബത്തെ കുറിച്ച് ബാല്യകാലത്തെ പറ്റിയൊക്കെ ഓർമ്മയുണ്ടോ ചേട്ടൻ? 35 വർഷത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാം. ബാല്യകാലം ഉണ്ടാക്കാൻ പറ്റി. ബാല്യകാലം ഓർമ്മയുണ്ടോ? അതെങ്ങനെ മറക്കാൻ പറ്റും മീനൂട്ടി? കുഞ്ഞുനാളിലെ നമ്മളെ അപ്പൂപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? മീനൂട്ടി എനിക്കുള്ളതാണെന്ന്. എടുത്തോ. അല്ല, ഞങ്ങള് കുഞ്ഞുനാളിലില്ലേ ഈ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുമായിരുന്നു. അച്ഛനും അമ്മയും കളിക്കുമ്പോ ഇല്ലേ എന്റെ ഒരു കുഞ്ഞു കല്ലെടുത്ത് തരുമായിരുന്നു. ചെലവിന് കൊടുക്കണ്ടല്ലോ. എന്നിട്ട് അതിനൊരു പേരിട്ടു, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിലേ നമ്മള് വീട് മേയുന്ന പഴയ ഓലയില്ലേ, ആ ഓലയെ മരക്കും വെച്ച് ഞാനൊരു വീടുണ്ടാക്കും. എന്നിട്ട് നമ്മളെ രമണിയപ്പച്ചില്ലേ, അവരെ സാരി എടുത്ത് നമ്മൾ വാതിലൊക്കെ ഇടും. പ്രൊട്ടക്ഷൻ വാതിലൊക്കെ ഇടും. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു മണ്ണപ്പച്ചുട്ട് കളിക്കും. ഞാൻ ചെറിയ ഇലയൊക്കെ വെച്ച് കുനുകുനായിരുന്നു തോരനൊക്കെ ഉണ്ടാക്കും. അതൊക്കെ പിന്നെ ഓർമ്മയുണ്ടല്ലേ? പിന്നെ 10,000 രൂപ ഓർമ്മയിച്ചാണോ നിനക്ക്? പിന്നെ ഇത് വേറെ സംഭവം ഉണ്ടായി. നമ്മൾ ഒളിച്ച് കളിക്കൂളിയാ. ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഒളിച്ച് കളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവളും കൂടെ നമ്മളെ വീട്ടിന്റെ അറയിൽ കയറി ഒളിച്ച്. ഇതാരാ വന്ന് പൂട്ടിയിട്ട് അങ്ങ് പോയി. ഇത്രയ്ക്കും ചെയ്തു വരുന്ന ആൾക്കാർക്ക് കേട്ടോ അവിടെയോ? തന്നെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മളെ തിരക്കി വീട്ടുകാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു പാഞ്ഞു നടക്കും. പക്ഷെ എന്റെ എവിടെ അവസ്ഥ എന്തെന്നറിയാമോ? TV ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരെ പോലെയാണ്. ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഒരാഴ്ച നമ്മൾ അവിടെ ഇറങ്ങി അറയ്ക്കാത്തൊന്ന് താക്കോലിന്റെ പഴുതിലൂടെ നമ്മൾ ഇറങ്ങി വന്നു. പഴുതടയ്ക്കാൻ വേണ്ടി മുടിയുടെ കള്ള ഒഴിച്ചു വിടുന്നേട്ടെ. അന്നത്തെ സംഭവം. പിന്നെ എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് വെറും 7 വയസ്സ്. 7 വയസ്സ്. ഞങ്ങളത് എന്റെ അമ്മാവന്റെ മോള് മഞ്ജുറ്റ ഞാൻ അവർക്ക് 18 വയസ്സ് വരെ ഞങ്ങൾ കഞ്ഞിക്കറിയൊക്കെ കളിക്കുമായിരുന്നു. അവളെ കല്യാണത്തിന്റെ തലേദിവസം കേട്ടാ, അവിടെ കല്യാണത്തിന്റെ തലേദിവസം അവളെ എന്നോട് അണ്ണ വേണ രണ്ട് വണ്ണപ്പറ്റു കല്യാണം കഴിക്കാൻ പോലെ. അപ്പൊ എല്ലാരും പറയും ഈ മഞ്ജുഷ മിക്കവാറും ഇപ്പം കേട്ടു, ഈ ദാസം കിട്ടുമെന്ന് പറഞ്ഞു. അവർ കിട്ടിയില്ല, പോയി. ആരാ മഞ്ജുഷ? ഏതവളാ മഞ്ജുഷ? ഏതവളായി മഞ്ജുഷ? ഇത്രയും കഥകൾ പറഞ്ഞില്ലയോ? കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി, ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യ രാത്രി എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞു. ഏതവളാ മഞ്ജുഷ? അല്ല, അത് അറിയാത്ത പ്രായത്തില, ഒന്നും അറിയാത്ത പ്രായത്തില. വയസ്സ് എത്രയായിരുന്നു? എനിക്ക് 22 വയസ്സ്, അവൾക്ക് 18. അറിയാത്ത പ്രായമാണ്. ആദ്യത്തെ കാമുകി
ശരിയാ മഞ്ജുഷ? അല്ലെന്ന് പറഞ്ഞു 22 വയസ്സിലാണോ നിങ്ങൾ കഞ്ഞിയും കറി വെച്ചത്? നിങ്ങൾ എന്നെ പറ്റിച്ച്, നിങ്ങൾ എന്നെ നിന്റെ കാത് ഞാൻ പിടിക്കും നിന്റെ ക്യൂടെക്സ് ഇട്ടോ. ഇന്ന് രാവിലെ പോകാനായിട്ടേ അങ്ങനെ നമ്മള് അപ്പൂപ്പനെ കാണാൻ പോകാനായിട്ട് ഇട്ടോ. പക്ഷെ കയ്യില് ശരിയായി. നിന്നെ റീടെസ്റ്റിന് എടുത്തോ ഇത്ര പേര് അടിക്കാൻ വേണ്ടി? നിങ്ങൾ കഥ മാറ്റരുത്. ആരാ മഞ്ജുഷ? ആരാ മഞ്ജുഷ? കുഞ്ഞുനാള് കളിഞ്ഞെന്ന് പറഞ്ഞപ്പോ കുഞ്ഞുനാളിലല്ല 22 വയസ്സുള്ളപ്പോ അവള് മഞ്ജുഷ നിങ്ങളുടെ ഞാൻ സ്നേഹിക്കുന്ന പോലെ നിന്നെ മറ്റാരും സ്നേഹിക്കുന്നുണ്ടോടി? അപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയം. സംശയം എന്നെ വേറെ അല്ല സ്നേഹിക്കുന്നത്. സംശയം ഞാൻ സ്നേഹിക്കുന്ന പോലെ പിന്നെ ആരെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു? മഞ്ജുഷ ആരാന്ന് ഇപ്പൊ പറയണത്? മഞ്ജുഷ എനിക്ക് അറിയത്തില്ല. മഞ്ജുഷ എനിക്ക് അറിയത്തില്ല. മഞ്ജുഷ അത് കുഞ്ഞുതാങ്കല്ലാത്ത പ്രായത്തില്ലേ? വേറെന്തെങ്കിലും പറയാം. 22 വയസ്സ് അറിയാത്ത പ്രായം. പിന്നെന്തിന് ചക്കരപ്പന്നോടി നീ നിങ്ങളത് ഞാൻ ഒരു കാര്യം പറയട്ടെന്ന്. മഞ്ജുഷ സത്യം പറയാം. നിങ്ങൾ വേറുണ്ടായി ഞാൻ ഒരു കാര്യം പറയട്ടെന്ന്. അപ്പൊ ഇവിടെ വാങ്ങി അപ്പൂപ്പന്റെ കാര്യമല്ല. മഞ്ജുഷ ആരാന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ മതി. മഞ്ജുഷ തമാശിട്ട് പറഞ്ഞത് കുഞ്ഞുനാളിൽ കളിച്ചത് മഞ്ജുഷ കാര്യം മഞ്ജുഷ ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ വെള്ളം ഉണ്ടാക്കുന്ന എന്തായിരുന്നു? അപ്പൊ വിട വാങ്ങി. കഴിഞ്ഞ 1.5 ആഴ്ച രാവും പകലും ഞാൻ അവിടെ പോയി നിന്നിട്ട് ഒരു മനുഷ്യർ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ചതിയല്ലയോ കാണിച്ചത്? വീട് വാങ്ങിയത് വീട് വാങ്ങിച്ച കാര്യം ഞങ്ങളോട് പറയണ്ടായോ? വീട് വാങ്ങിയതല്ല, അപ്പൊ സ്മൃതിയായി. അവളെ വീട്ടിൽ കേറ്റരുത്, അപ്പൂപ്പനെ നോക്കാൻ നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും അങ്ങനെ സ്മൃതി എന്ന് പറഞ്ഞ പെണ്ണിനെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നു. കുടുംബത്തിൽ നിങ്ങൾ എന്താന്ന് പറഞ്ഞു കേട്ടുന്നത്? അപ്പൊ പോയി അവളെ കൊണ്ടുപോയോ? ഞാൻ ആൾക്കാരെ മൊത്തം എങ്ങനെ നോക്കുവാടി? ഞാനെങ്ങനെ നോക്കുന്നായി പറയുന്നത്? എന്റെ പൊന്നളിയ അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയത്. അപ്പൂപ്പ എന്നെ കൂടെ കൊണ്ടുപോകാൻ തോട്ടുമുക്കിലെ സ്ഥലം കൊണ്ടുപോകാൻ എന്നെ കൂടെ കൊണ്ടുപോയോ? ആർക്കാണ്ടൊക്കെ എഴുതി കൊടുത്തു. ഞാനേ അങ്ങനെ അപ്പൂപ്പ തോണ്ട പോയോ? അപ്പൂപ്പ പോയത് കണ്ട തോട്ടുമുക്കിലെ സ്ഥലം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പൂ മരിച്ചില്ലേ? മരിച്ച് അപ്പൂപ്പ മരിച്ചെന്ന് കണ്ടോ? നിനക്ക് വന്നപ്പോഴേ പറഞ്ഞില്ല അപ്പൊ മരിച്ചു പോയത്. ഇപ്പൊ ഈ കൊച്ചിനെ കരയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇതാണ് ദേഷ്യപ്പെടുന്നതിന്. അപ്പൊ മരിച്ചു എന്നല്ലേ പറഞ്ഞ? അല്ല ഞാൻ കൊന്നെന്ന് പറഞ്ഞ ഇറങ്ങി പോണെന്നാ. അല്ലെ അങ്ങനെ പറയരുത്. എനിക്കിനി കൊല്ലത്ത് അപ്പച്ചന്റെ വീട്ടിൽ പോയി പറയണം. അറിയാമോ എന്താ ഈ മരണം പോയി പറയണം എനിക്ക്? നീ പോ, ഞങ്ങൾ പോയേക്കാം മരണത്തിന്. അതല്ലേ ഒന്നാണല്ലേ. അതായത് എനിക്ക് കൊല്ലത്ത് പോവാനെ 2000 രൂപ വേണം മരണം പറയാനേ. 4000 രൂപ പോയി. വീണ്ടും പൈസ കടം വാങ്ങിച്ചു. 10,000 വീണ്ടും 4000 രൂപ കടം വാങ്ങിച്ചു. 10,000 രൂപ അവന് കൊടുത്തത് പോരാ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് 4000 രൂപ കൂടെ കൊടുത്തേക്കുന്നത്? നീ നോക്കിയോ, നിന്റെ അപ്പൂപ്പന്റെ മരണത്തിന് പോകുമ്പോ അവന്റെ മരണം ഞാൻ അവിടെ നടത്തും. നോക്കിക്കോ. സത്യം പറ, മഞ്ജുഷ ആരാ? മഞ്ജുഷ ആരാന്ന് എനിക്ക് പറയണം. ആരാ മഞ്ജുഷ? ആരാന്ന് എനിക്ക് പറയണേ. ഏതവളാ മഞ്ജുഷ? നിന്റെ അപ്പൂപ്പന്റെ മരണം വന്നോ വലുത് മഞ്ജുഷയുടെ കാര്യം. അപ്പൂപ്പൻ അങ്ങ് മരിച്ചുപോയി. എനിക്ക് മഞ്ജുഷയെ പറ്റി അറിയേണ്ടത്. ഏതവളാ അവള് പറ. നിങ്ങൾക്ക് നല്ല 2 അടി തരാൻ. ആരാ മഞ്ജുഷ? നിനക്ക് ഇച്ചിരി പൈസ കടം തരാം. മഞ്ജുഷയുടെ കാര്യം തീർപ്പാക്കി തരാം. ഇതുപോലെ എത്ര പേർക്ക് പൈസ കൊടുത്തൊത്ത് തീർപ്പാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതവളാ മഞ്ജുഷ? ഏതവളാ മഞ്ജുഷ? ആരാ മഞ്ജുഷ? ഏതവള വന്ന് കയറിയ മഞ്ജുഷ? എന്നെ ഇവിടെ മഞ്ജുഷയുടെ കയ്യിൽ പറഞ്ഞു എന്നെ തല്ലിക്കൊല്ലുമ്പോ എന്നെ ഇറക്കി വിടുമ്പോ തിങ്കൾ മുതൽ വെള്ളി വരെ ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒളിഞ്ഞിരുന്ന് കാണുക മഞ്ജുഷ.